ഹായ് ഓൾ, ഞാൻ വിത്ത് പുണ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മെയിൻ ടോപ്പിക്കായിട്ടുള്ള നമ്മളുടെ ഇൻ കേസ് അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് അറ്റംപ്റ്റ് ഓസ്കി ഫെയിലായി പോയാൽ റീസിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈ നെയിം ഇസ് പുണ്യ. സോ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓസ്കിയിൽ 3 അറ്റംപ്റ്റ് ആണ് ആകെ ഉള്ളത്. 3 അറ്റംപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ കേസ് ഫെയിലായി പോയി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ റിമൈനിങ് 2 അറ്റംപ്റ്റ് ആണ് ഉള്ളത്. ആ 2 അറ്റംപ്റ്റിൽ നമുക്ക് തേർഡ് അറ്റംപ്റ്റും നമുക്ക് ഫെയിലായി പോയി കഴിഞ്ഞാൽ 6 months നമ്മൾ വെയിറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ ക്യാൻസലായി പോകും. പുതിയ ആപ്ലിക്കേഷൻ എടുക്കണം. പുതിയ CBT എല്ലാം പുതിയതായിട്ട് നമ്മൾ ചെയ്ത് പുതിയ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് മാത്രമേ നമുക്ക് അടുത്ത ഓസ്കി എഴുതാൻ പറ്റത്തുള്ളൂ. സോ അതൊരു റിസ്ക് ആയിട്ടുള്ള ഏരിയ ആണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിലോ സെക്കൻഡ് അറ്റംപ്റ്റിലോ പാസ്സാവേണ്ടതാണ്. തേർഡ് അറ്റംപ്റ്റ് ആണ് നമുക്ക് ലാസ്റ്റ് ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാൽ പുതിയ ആപ്ലിക്കേഷനാണ് എടുക്കാൻ. ആൻഡ് ഓൾസോ 6 months വെയിറ്റ് ചെയ്തിട്ടേ പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് അറ്റംപ്റ്റ് റീസിറ്റ് ചെയ്യുമ്പോഴുള്ള ഫീസ് ഡീറ്റെയിൽസ് ആണ്. സോ ഇൻ കേസ് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ പിന്നെ വേഗം നമുക്ക് റിസീവ് ആവും. 1 to 7 സ്റ്റേഷൻസ് ആണ്. 1 മുതൽ 7 സ്റ്റേഷൻസ് വരെ ഫെയിലായി. മൊത്തം 10 സ്റ്റേഷനാണുള്ളത്. അതിൽ 3 സ്റ്റേഷനേ കിട്ടുള്ളൂ. ബാക്കി 7 സ്റ്റേഷനും ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം £397 ആണ് റീസെറ്റിന് വേണ്ടി പേ ചെയ്യേണ്ടത്. ആൻഡ് റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കിട്ടിയ സ്റ്റേഷൻസ്, നമ്മൾ ഫെയിലായ അതേ സ്റ്റേഷൻസ് ആണ് നമ്മൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതേ ഇപ്പം പെയിൻ അസസ്മെൻ്റ് ആണ് ഫെയിലായെങ്കിൽ പെയിൻ അസസ്മെൻ്റ് തന്നെ നമുക്ക് കിട്ടിയ അതേ സിനാരിയോ ആൻഡ് കിട്ടിയ അതേ സ്റ്റേഷൻസ് ആയിരിക്കും നമ്മൾ പോയി റീസെറ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് 8 to 10 അതായത് 8 മുതൽ 10 വരെ സ്റ്റേഷൻസും ഫെയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് എന്തായിരിക്കും? ഫുൾ റീസിറ്റ് കോസ്റ്റ് ആണ് കേട്ടോ. അതായത് ഓസ്കി എക്സാമിൻ്റെ ഫുൾ റീസിറ്റ് പൈസയും നമ്മൾ കൊടുക്കണം. പുതിയൊരു എക്സാം ബുക്ക് ചെയ്യുന്ന അത്രയും തന്നെ പൈസ കൊടുക്കേണ്ടി വരും. അത് ഏകദേശം £794 എക്സാം ഫീസ് വരുന്നത്. അപ്പം അത്രയും പൈസ അടച്ചാലേ നമുക്ക് വീണ്ടും റീസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റീസിറ്റ് ആയിട്ടാണ്, പക്ഷേ ഫുൾ എക്സാം ഫീസ് കൊടുക്കണം. ആൻഡ് 1 മുതൽ 8 വരെ സ്റ്റേഷൻസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് എവിഡൻസ് ബേസിലും പ്രൊഫഷണൽ വാല്യൂ ആയിരിക്കും മിക്കവാറും കിട്ടിയിട്ടുണ്ടാവുന്നത് അല്ലേ. ബാക്കി സ്റ്റേഷൻസ് ആയിരിക്കും നമ്മൾ റീസിറ്റ് ചെയ്യേണ്ടത്. അപ്പം എപ്പൈ ഫുള്ള് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം തൊട്ട് ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ അതേ സിനാരിയോ ആയിരിക്കും ഇപ്പം കിട്ടാൻ പോകുന്നത്. അതായത് ഫോൾ ആൻഡ് ഫ്രാക്ചർ ആണെങ്കിൽ അങ്ങനെ തന്നെ, അതല്ല എൻഡ് ഓഫ് ലൈഫ് ആണ് നമുക്ക് കഴിഞ്ഞ എക്സാമിന് ഫെയിൽ ആയത് 2 സ്റ്റേഷനെ കിട്ടിയുള്ളൂ എങ്കിലും നമുക്ക് ഈ വട്ടം റീസിറ്റ് ചെയ്യുമ്പോഴും എൻഡ് ഓഫ് ലൈഫ് സിനാരിയോ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഫുൾ റീസിറ്റിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എക്സാം ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഏതൊക്കെ സ്റ്റേഷനാണെന്നൊന്നും ചോദിച്ചില്ലല്ലോ, അപ്പം അതുകൊണ്ട് എനിക്കിനി പോകുമ്പം ഇത് തന്നെ കിട്ടുമോ, ഞാൻ ഇത് മാത്രം പഠിച്ചാൽ മതിയോ, അങ്ങനെയൊക്കെ കുറേ പേർക്ക് ഡൗട്ടുണ്ട്. അതൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾ എക്സാം ബുക്ക് ചെയ്യുന്ന സമയത്ത് അവരത് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ റീസിറ്റ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പേപ്പർ കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാനുണ്ട് ഏതൊക്കെ പ്രൊസീജിയേഴ്സാണ് നിങ്ങൾ ഫെയിൽ ആയത്, ഏതൊക്കെ സ്റ്റേഷനാണ് പോയെന്നുള്ളത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതനുസരിച്ച് റീസിറ്റ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നത് അവിടെ കേട്ടോ. അപ്പോൾ എക്സാം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് അത് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അത് തന്നെ കിട്ടുമോ എന്നുള്ള ടെൻഷൻ വേണ്ട. നിങ്ങൾ ഒരു വട്ടം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസിറ്റിന് നിങ്ങൾക്ക് അതേ സിനാരിയോ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതേ പേഷ്യൻ്റ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഫുൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ, അതായത് 10 സ്റ്റേഷൻസ് ഫെയിലായി പോയി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഉടനെ റീസിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 6 മാസം വെയിറ്റ് ചെയ്യണം കേട്ടോ. 6 മാസം ടൈം എടുക്കുക. 6 മാസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വീണ്ടും റീസിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. റീസിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതേ സിനാരിയോ കിട്ടണം എന്ന് ഉറപ്പില്ല അവർക്ക്. അപ്പോൾ അതൊരു പുതിയ എക്സാം പോലെയാണ് കൺസിഡർ ചെയ്യുന്ന. റീസിറ്റ് ആണെങ്കിലും നമുക്ക് ഏതെങ്കിലും നമ്മൾ എക്സാമിന് സാധാരണ ചെല്ലുമ്പോൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇതായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ സ്റ്റേഷൻസ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ റീസിറ്റിന്റെ ഫീസ് ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ്, ബുക്ക് യുവർ ടെസ്റ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. നിങ്ങൾ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് റീസിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് റീസിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു, നമ്മൾ എക്സാം എഴുതി, ആ എക്സാമിന്റെ മെമ്മറീസ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു റീസിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അയ്യോ എനിക്കിനി പേടിയാണ്, ഞാൻ ഇനി കുറേ പഠിച്ച് തറവാക്കിയിട്ട് എടുക്കുന്നുള്ളൂ പറഞ്ഞ് 1-2 മാസത്തെ ഗ്യാപ്പൊന്നും ഇടരുത്. എത്ര സ്റ്റേഷൻസ് ഉണ്ടെങ്കിലും മാക്സിമം അത് എഴുതിയെടുക്കണം എന്നുള്ള വാശി പുറത്ത് വേഗം തന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു മാക്സിമം ഒരു ഹെൽത്തി ഡിസ്റ്റൻസ്, അതായത് ഒരു 2 weeks 2.5 weeks ഒക്കെ ടൈം ഇട്ട് മാക്സിമം നേരത്തെ എക്സാം ബുക്ക് ചെയ്ത് ആ ഒരു ടൈം മാക്സിമം ഫുൾ കോൺസെൻട്രേഷൻ ഓസ്കിക്ക് കൊടുത്ത് എഴുതി തീർക്കുന്നതായിരിക്കും നല്ലത്. അതല്ല ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുന്നുള്ളൂ എന്ന് പറഞ്ഞ് നീട്ടി ഒരു 3 months 4 months ഒന്നും വെക്കരുത്. അപ്പം നമ്മൾ എന്താ ചിന്തിക്കുക, ആ ടൈം ഉണ്ട് 2 മാസമില്ലേ,
ഒരു മാസമല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിരുന്ന് നമ്മുടെ ആ ഒരു പ്രൊസീജിയർ ചെയ്യാനുള്ള ആ സംഭവമൊക്കെ അങ്ങ് നമ്മൾ ടച്ചൊക്കെ വിട്ടുപോകുമെന്ന് പറയത്തില്ലേ, അതേപോലെ അതൊക്കെ അങ്ങ് വിട്ടുപോകും. പിന്നെ നമുക്ക് വീണ്ടും ഒരു എക്സാമിനോട് ഒരു മന്ദത ഫീൽ ചെയ്യും. അതിലും ബെറ്റർ ആ ഒരു ഫെയിൽ ആയതിൻ്റെ ആ ഒരു സങ്കടത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വാശിക്ക് വേഗം പഠിച്ചെഴുതി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ബുക്ക് യുവർ ടെസ്റ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും വേഗത്തിൽ ടെസ്റ്റ് ബുക്ക് ചെയ്യുക. പിന്നെ ഒരു പ്രൊസീജിയറൊക്കെയാണ് പോയത്, ഒരു പ്രൊസീജിയർ അല്ലെ 2 പ്രൊസീജിയറൊക്കെയാണ് 2 സ്റ്റേഷനൊക്കെയാണ് ഫെയിലായി പോയെങ്കിൽ മാക്സിമം ഒരു 1.5 വീക്ക് മാത്രം ടൈം ഇട്ട് വേഗം ടെസ്റ്റ് ബുക്ക് ചെയ്യുക. എന്നിട്ട് ആ 2 പ്രൊസീജിയർ മാത്രം മാക്സിമം പ്രാക്ടീസ് ചെയ്യുകയും നിങ്ങൾക്ക് NMC നിന്നും റിപ്ലൈ അയക്കുമ്പോൾ അറിയാലോ, വിത്ത് റീസൺ ആയിരിക്കും റിപ്ലൈ അയച്ചിരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സ്റ്റേഷൻ ഫെയിൽ ആയത്. ആ റീസൺ എന്താണെന്ന് റെക്ടിഫൈ ചെയ്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് നേരെ പോയി എഴുതി പാസ്സാവാനാണ് നോക്കേണ്ടത്. സോ ടെസ്റ്റ് വേഗം ബുക്ക് ചെയ്യുക. 3rd വൺ, ബിൽഡ് യുവർ കോൺഫിഡൻസ്. നിങ്ങളുടെ കോൺഫിഡൻസ് ചിലപ്പോൾ തകരും നിങ്ങൾ ഫെയിൽ ആയി കഴിയുമ്പോൾ. നമ്മൾ നല്ല കോൺഫിഡൻസിലായിരിക്കും എക്സാം എഴുതിയത്, പാസ്സാവും എന്നുള്ള വിശ്വാസം കാണും. ചിലപ്പോൾ തോറ്റു പോകും എന്ന് വിചാരിച്ച സ്റ്റേഷൻ പാസ്സാവും, അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന സ്റ്റേഷനായിരിക്കും ഫെയിൽ ആവുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓസ്കിയിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ടാണ് എപ്പോഴും ഓസ്കിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കോൺഫിഡൻസ് ഒരുപാട് തകരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളെ കൊണ്ട് ഇത് പറ്റും. നമുക്ക് ഇനി 2 അറ്റംപ്റ്റും കൂടെ ഉണ്ട്, പിന്നെ 2 അറ്റംപ്റ്റ് ഉണ്ട്, പ്ലസ് നമുക്ക് ഇതേ സ്റ്റേഷൻ നമ്മുടെ മിസ്റ്റേക്ക് ഉൾപ്പെടെയാണ് അവർ പറഞ്ഞു തരുന്നത്. ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്ത് കറക്റ്റായിട്ട് ആ പ്രൊസീജിയർ മാത്രം പ്രാക്ടീസ് ചെയ്ത് പോയി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ പാസ്സാവും അല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ OETയുടെയും CBTയുടെ ഒക്കെ കാര്യം നമ്മൾ വീണ്ടും എല്ലാം പഠിച്ചുകൊണ്ട് പോയി എഴുതണ്ടേ. അപ്പം അത്രയൊന്നും ബുദ്ധിമുട്ട് ഓസ്കിയിലില്ല. നമുക്ക് ആ തെറ്റിയ കാര്യം മാത്രം റെക്ടിഫൈ ചെയ്താൽ നമ്മൾ പാസ്സായി പോകും. അതുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് തകരരുത്. പിന്നെ മാക്സിമം റിസൾട്ട്സ് മറ്റുള്ള ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾ എക്സാം ബുക്ക് ചെയ്ത കാര്യമോ എക്സാമിന് പോകുന്ന കാര്യമോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോടോ കെയറർ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ഒന്നും അധികം പറയേണ്ട ആവശ്യം ഇല്ല. നിങ്ങളുടേതായിട്ടുള്ള കോൺഫിഡൻഷ്യലായിട്ട് വെക്കുക. കാരണം എക്സാമിന് പോയി കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പം എല്ലാവരും റിസൾട്ടിൻ്റെ കാര്യം ചോദിക്കും. ഓസ്കിയുടെ റിസൾട്ട് ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ വരുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നതും കൂടെ നിങ്ങളെ ഒന്ന് ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സാം ബുക്ക് ചെയ്തതോ എക്സാമിന് പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് അധികം ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക പാസ്സായി എന്നുള്ളത്. പിന്നെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് മാക്സിമം കൊടുക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ പഠിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാനും ശ്രമിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ഏർലി. നിങ്ങൾ മാക്സിമം വേഗം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. റിസൾട്ട് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ നമുക്ക് ഫെയിലായ സ്റ്റേഷൻസിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. മാക്സിമം 2 വീക്സിനുള്ളിൽ എഴുതുക. എഴുതുന്നതിന് മുമ്പുള്ള ആ 2 വീക്സും നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഓസ്കിയിലേക്ക് തന്നെ കൊടുക്കുക. ആ ഫെയിലായ സ്റ്റേഷൻ എനിക്ക് എങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും. പിന്നെ അവർ അയക്കുന്ന റിപ്ലൈ മെയിൽ വളരെ സൂക്ഷ്മമായിട്ട് വായിക്കുക. അതിൽ എഴുതിയിട്ടുണ്ട്, എക്സാമിനർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് റീസൺ കൊണ്ടാണ് ഫെയിൽ ആയതെന്ന് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച് നിങ്ങളുടെ മേജർ മിസ്റ്റേക്സ് മൈനർ മിസ്റ്റേക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിപ്ലൈ ആയിരിക്കും വരുന്നത്. ഒരു സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും റിപ്ലൈ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ റിപ്ലൈ ശരിക്കും വായിച്ചു നോക്കുക. എനിക്ക് എന്താണ് തെറ്റ് പറ്റിയത് എന്ന് ആ റിപ്ലൈ ശരിക്കും വായിച്ചു നോക്കുക. പിന്നെ നിങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക പുറമോട്ട് അല്ലേ. സീക്വൻസ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക എന്താണ് നടന്നത്. ആ സ്റ്റേഷനിൽ ഞാൻ കയറിയപ്പോൾ ഞാൻ ഇന്ന ചെയ്തു ഹാൻഡ് വാഷ് ചെയ്തു ഗൗൺ ഇട്ടു. അങ്ങനെ നിങ്ങളൊന്ന് പുറമോട്ട് ഫീഡ്ബാക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. നമ്മുടെ റിസൾട്ട് എന്തായാലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ എന്തായാലും ആ ആഴ്ച തന്നെ ആയിരിക്കും നമ്മൾ എക്സാം എഴുതി ഒരു 3 ഡേയ്സിനുള്ളിൽ റിസൾട്ട് വരുന്നതുകൊണ്ട് നമുക്ക് പുറമോട്ട് ചിന്തിക്കുന്നതിന് വലിയ പ്രശ്നം കാണത്തില്ല. അപ്പോൾ പുറമോട്ട് ചിന്തിച്ച് നോക്കുക എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് പുറമോട്ട് ചിന്തിച്ച് നോക്കുക. ഇത് ശരിയാണ്, എക്സാമിനർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ളത്. എന്തായാലും അവർ കറക്റ്റായിട്ട് നമ്മളെ നോക്കി ഇരുന്നിട്ട് നമ്മൾ ചെയ്ത മിസ്റ്റേക്കാണ് എഴുതി അയക്കുന്നത് അല്ലേ. അല്ലാതെ നമ്മളോട് അവർക്ക് പൂർവ്വവൈരാഗ്യമൊന്നുമില്ലല്ലോ നമ്മളെ തോൽപ്പിക്കാൻ. അപ്പോൾ ആ മിസ്റ്റേക്ക് എന്തായാലും എഴുതി അയച്ചേക്കുന്നത് ശരിയായിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എനിക്കത് സംഭവിച്ചത്, അടുത്ത വട്ടം ഞാനത് സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് മനസ്സിലൊരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ അന്ന് വൈകുന്നേരം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മാക്സിമം സ്പീഡിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കുക, വേഗം എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അടുത്ത സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. സ്ട്രെസ് വളരെ വലിയൊരു ഫാക്ടറാണ് അല്ലേ. ചിലപ്പോൾ നമ്മൾ റിസൾട്ട് വന്ന് ഒരു ദിവസം വെറുതെ ഇരുന്നിട്ട് പിറ്റേ ദിവസം തോന്നും അയ്യോ ഞാനൊന്നും പഠിച്ചില്ലല്ലോ. അങ്ങനെ വെറുതെ സ്ട്രെസ് കൊണ്ട് കാര്യമില്ല അല്ലേ. സ്ട്രെസ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കണം. വെറുതെ സ്ട്രെസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ. ചിലർക്ക് നല്ല സ്ട്രെസ് ആയിരിക്കും, പക്ഷെ ഒന്നും പഠിക്കാതിരുന്നിട്ട് പിറ്റേ ദിവസം അയ്യോ ഞാൻ ഇന്നലത്തെ ഒരു ദിവസം വേസ്റ്റ് ആക്കി, ഇന്ന് ഇനി കാര്യമൊന്നുമില്ല, അങ്ങനെ വെറുതെ അതിൻ്റെ പുറത്ത് സ്ട്രെസ് അടിച്ചിട്ട് കാര്യമില്ല. സ്ട്രെസ് യൂസ്ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ചെറിയൊരു എക്സാം സ്ട്രെസ് ഉള്ളത് നല്ലതാണ്, കാരണം അത് നമുക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സ്ട്രെസ് ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനും പറ്റത്തില്ല. പിന്നെ നമ്മുടെ എക്സാം സെൻറ്ററിൽ അതിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയെ അത് ബാധിക്കും. പിന്നെ ഇതൊരു നമുക്ക് എല്ലാവർക്കും അറിയാം ഓസ്കി നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ, ക്ലിനിക്കലി നമ്മൾ പ്രാക്ടിക്കലി കാര്യം ചെയ്യുവാണ്, അതൊരാൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ ആ സ്ട്രെസ് നമ്മളെ
നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ എഴുത്ത് പരീക്ഷയാണെങ്കിൽ ഒക്കെ നമ്മൾ എഴുതുന്നു എന്തെങ്കിലും തെറ്റിയോ വെട്ടിയിട്ട് നമുക്ക് വീണ്ടും എഴുതാം. നമ്മൾ ആ പേപ്പർ നോക്കുന്ന ആളും അല്ലെങ്കിൽ അത് മാത്രമേ അറിയുന്നുള്ളൂ. നമ്മൾ ആ എക്സാം ഹോളിൽ അത് ബാധിക്കുന്നില്ല. പക്ഷെ ഈ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും നമ്മുടെ മിസ്റ്റേക്ക് വേഗം. സോ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ട്രെസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള സ്ട്രെസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുക ചെറിയ ലെവലിൽ. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഓവർ സ്ട്രെസ് ചെയ്താൽ ഫലത്തിൽ വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നതായിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർ സ്ട്രെസ്ഡ് ആവാതിരിക്കുക. സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള യൂട്യൂബിൽ നല്ല സൗണ്ട് ഉണ്ട്, മൈൻഡ്ഫുൾ ASMR സൗണ്ട്, അതൊക്കെ കേൾക്കുക. പിന്നെ ചിന്തിക്കുന്ന രീതിയിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുക. ഒരു എക്സാം അതിന് ആ ഒരു രീതി കാണുക. ഈ എക്സാം എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതിനൊരു പോസിറ്റീവായിട്ട് എടുത്ത് അങ്ങനെ എഴുതുക കേട്ടോ. ഇതൊരു ലൈഫിൻ്റെ എൻഡൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുക. ഹെൽത്തി ആയിട്ട് ചിന്തിച്ച് ഇതിനൊരു സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ എക്സാം എഴുതിയ സെൻറ്ററിൽ ഞാൻ ഫെയിലായി. അത് ആ സെൻറ്ററിൻ്റെ എന്തോ കുഴപ്പമാണ്, അവിടെ അത്ര നല്ലതല്ലായിരുന്നു, എക്സാമിനേഴ്സ് ഒന്നും നല്ലതല്ലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഈ വട്ടം വേറൊരു സെൻറ്ററിലോട്ട് മാറ്റി എഴുതിയാലോ എന്ന് ചിന്തിക്കരുത്. കൂടുതലും നിങ്ങൾക്ക് ആ ഫെയിലായ അതേ സെൻറ്ററിൽ തന്നെയാണ് റീസിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. മാറ്റി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരിങ്ങോട്ട് റിപ്ലൈ മെയിൽ അയക്കുന്നത് എങ്ങനെയായിരിക്കും, നിങ്ങൾ ഫെയിലായ സെൻറ്ററിൽ തന്നെ റീസിറ്റ് ചെയ്യാനായിരിക്കും റിപ്ലൈ മെയിൽ അയക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ സെൻറ്റർ നമ്മൾ എഴുതിയ സെൻറ്ററിൽ തന്നെ മാക്സിമം റീസിറ്റും ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ നമ്മൾ സെൻറ്റർ മാറ്റി റീസിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ വരും. അവർ റിപ്ലൈ അയക്കും, നിങ്ങൾ അതേ സെൻറ്ററിൽ തന്നെ എഴുതാൻ ശ്രമിക്കാൻ വേണ്ടി. പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ ഡേറ്റ് നോക്കി വെക്കുക. നമുക്ക് ഏകദേശം എന്നത്തേക്ക് എഴുതാൻ പറ്റും, അന്ന് ഡേറ്റ് അവൈലബിൾ ആണോ എന്നൊക്കെ ഡേറ്റ് നോക്കി വെക്കുക. ഡേറ്റ് അവൈലബിൾ അല്ലെങ്കിൽ അവർക്ക് മെയിൽ അയക്കുക, ഇങ്ങനെ ഒരു ഡേറ്റ് ഇല്ല, 8 സ്റ്റേഷൻസ് എഴുതാനുണ്ട്, അതിന് വേണ്ടിയിട്ട് ഡേറ്റ് അവൈലബിൾ അല്ല, ഒരു ഡേറ്റ് അവൈലബിൾ ആക്കി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സെൻറ്ററിന് മെയിൽ അയക്കുക. അവർ പെട്ടെന്ന് ഒരു ഡേറ്റ് അവൈലബിൾ ആക്കിയിട്ട് നമുക്ക് ലിങ്ക് തിരിച്ചയക്കും. ആ ലിങ്ക് യൂസ് ചെയ്ത് മാക്സിമം വേഗം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഈ റീസിറ്റിൻ്റെ ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് ബുക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നോക്കിയിരിക്കണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ തന്നെ മാക്സിമം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുക. ആവശ്യത്തിന് മാത്രം സ്ട്രെസ് കരുതുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ധൈര്യമായിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ചു, ഇനിയിപ്പോൾ ഇവരോട് എങ്ങനെയാണ് ഡൗട്ട് ചോദിക്കുന്നത്, അവരെന്ത് വിചാരിക്കും, ഞാൻ ഫെയിലായിട്ട് ഇനി ഇവരോട് ചോദിക്കണ്ടേ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ടൊക്കെ ചെയ്തു തരാൻ പറ്റും. സോ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും OSCE പ്രിപ്പറേഷനിൽ ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ OSCE റിലേറ്റഡ് എല്ലാ വീഡിയോസും ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. OET, OSCE, CBT ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോസുമായിട്ട് കാണാം. ബൈ, സീ യു.